നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൗജന്യ ദന്തരോഗ ചികിത്സാ ക്യാമ്പിലാണ് മേലുകാവ് മറ്റം. ഇത് നോക്കിക്കേ, നമ്മുടെ നല്ലൊരു മൊബൈൽ യൂണിറ്റ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട അനുരാഗ് പാണ്ടിക്കാട് സാർ, നമസ്കാരം. ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങിയതാണ്. കോട്ടയം ദന്തൽ പൊതുജനാരോഗ്യ വിഭാഗവും കോട്ടയം കേന്ദ്രീകരിച്ചിരിക്കുന്ന അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടിയാണ് ഈ സൗജന്യ ദന്ത ചികിത്സ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഇത് നമുക്ക് വിവിധ ക്യാമ്പുകൾ നമ്മുടെ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ദന്ത പരിശോധന നമ്മളിങ്ങനെ നടത്തിയിട്ടില്ല. ഒത്തിരിയേറെ ആളുകൾക്ക് രാവിലെ 9 മണി തൊട്ട് ഇപ്പം വരെ ഈ സമയം വരെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഒത്തിരിയേറെ ആളുകൾക്ക് അത് ഗുണകരമായി. അതുതന്നെയല്ല, വിദഗ്ധ ചികിത്സയാണ്. ഇതിൽ തുടർ ചികിത്സ വേണേൽ കോട്ടയം ഡെന്റൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ദന്തരോഗവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മളത് സെലക്ട് ചെയ്ത് തന്നെ അങ്ങനെയാണ്. ഇത് ചികിത്സിക്കാതെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഞങ്ങൾ വാർഡ് തലത്തിൽ കയറുമ്പോൾ അമ്മച്ചി ഒന്ന് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് ഇവിടെ വന്നപ്പോൾ വലിയ ആശ്വാസകരമായി. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗുണകരമായി അഭയം ചാരിറ്റബിൾ സൊസൈറ്റി അങ്ങനെയുള്ള മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ ഇവിടെ, ജില്ലാ സെക്രട്ടറി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന പൂഞ്ഞാർ ഏരിയയുടെ ചെയർമാൻ കുര്യാക്കോസ് ജോസഫ് ഇവിടെയുണ്ട്, രമേശ് ചേട്ടനുണ്ട്, ജെറ്റോയും ഡെൻസി മെമ്പർ ശിവമോള്, ഞങ്ങളെ എല്ലാം കൂടെ കൂടിയ ഈ ആളുകളെ നമ്മൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു മേഡം, നമ്മുടെ ഇതിൻ്റെ ഈ കോട്ടയം ഡെന്റൽ പൊതുജനാരോഗ്യ വിഭാഗത്തിൻ്റെ ബിന്ദു മേഡം, അവർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയേറെ എല്ലാ ദിവസവും ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേഖലയിലും വരാമെന്ന് സമ്മതിച്ചു. അത് വിദഗ്ധരായ ഡോക്ടർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വരികയും എല്ലാവർക്കും കൂടെ ഇപ്പോൾ വന്ന് ചികിത്സിച്ച് പോയ ആളുകൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എത്ര പേർക്കാണ് രജിസ്ട്രേഷൻ? 100 പേരെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് 150 മുകളിൽ 200 അടുത്ത് വന്നിരുന്നു. പക്ഷെ അത് ഇവിടെ ചികിത്സിക്കുകയും തുടർ ചികിത്സ വേണ്ടതും അവിടെ റെഫർ ചെയ്ത് അങ്ങോട്ട് വിടേണ്ട കേസുകളുണ്ട്. അപ്പോൾ അതെല്ലാം ആ രീതിയിൽ കണ്ടുകൊണ്ട് അതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഈ ഡെന്റൽ കോളേജ് നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച്, കോട്ടയത്തിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം. ഈ ഡെന്റൽ കോളേജ് നമുക്ക് വലിയൊരു ആശ്വാസകരമാണ്. നമുക്ക് പ്രത്യേകം നന്ദി അവരോട് പറയേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയത്ത് നിന്ന് വന്ന ഡോക്ടറിനെ മേഡം പേര് പറയാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബിന്ദു എന്നാണ്. ഞാൻ കോട്ടയം ഡെന്റൽ കോളേജിലെ പൊതുജന ദന്താരോഗ്യ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പൊതുജനങ്ങളിലേക്ക് ദന്താരോഗ്യത്തിന്റെ അവബോധം സൃഷ്ടിക്കുക, അവർക്ക് പ്രാഥമിക ചികിത്സകൾ നൽകുക, പ്രതിരോധ ചികിത്സകൾ നൽകുക, തുടർ ചികിത്സകൾക്കായി ഡെന്റൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം. പല്ല് നന്നായാൽ പാതി നന്നായി എന്ന് നമുക്കറിയാം. ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഡെന്റൽ വാനിന്റെ, അതായത് മൊബൈൽ ഡെന്റൽ യൂണിറ്റ് നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഡെന്റൽ ക്യാമ്പ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ ജില്ലാ കേന്ദ്രീകൃതമായിട്ട് പല പ്രോജക്ട്സിലും നമ്മൾ ഇൻവോൾവ് ആണ്. അപ്പം മേലുകാവ് മറ്റം നിവാസികൾക്ക് ഈ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ഭാഗമായിട്ട് ഡെന്റൽ ക്യാമ്പിന്റെ ചികിത്സകൾ ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ നന്ദി. അപ്പം അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റിന്റെ ജില്ലാ സെക്രട്ടറി സാർ, നമസ്കാരം. പേര് പറയാം. എൻ്റെ പേര് എബ്രഹാം തോമസ് ആണ്. അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അഭയം നമ്മുടെ 2017 തുടങ്ങിയ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ്. നമ്മുടെ ഇപ്പോഴത്തെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവന്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം നമ്മുടെ ജില്ലയിൽ ആരംഭിച്ചത്. കോട്ടയം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ജില്ലയിലാകമാനം അതിൻ്റെ പ്രവർത്തന പരിധിയുണ്ട്. ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ കിടപ്പ് രോഗികളുടെ പരിചരണം, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മുടെ ഈ കോട്ടയം ഡെന്റൽ കോളേജിലെ പൊതുജനാരോഗ്യ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയാണ്, അഭയത്തിൻ്റെ പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയാണ് അതിന് മുൻകൈ എടുത്തത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഒട്ടേറെ ആൾക്കാർക്ക് അത് പ്രയോജനപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിന് പ്രയോജനം ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അഭയം മേലിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരുടെയും പ്രതീക്ഷിക്കുകയാണ്. പൂഞ്ഞാർ ഏരിയ കമ്മിറ്റി ചെയർമാൻ സാർ, നമസ്കാരം. പേര് പറയാം. കുര്യാക്കോസ് ജോസഫ്. ഞാൻ അഭയം പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പോൾ അഭയത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലാകെ നടക്കുന്ന സേവന സന്നദ്ധ പ്രവർത്തനത്തോടൊപ്പം തന്നെ പൂഞ്ഞാറിലും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത്. നാട്ടുമ്പുറത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്
അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ഗവൺമെൻറ് കാഴ്ചപ്പാട് അതിന് സഹായകരമാകുന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് അതിൻ്റെ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി വരുമ്പോഴും അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് അഭയം പോലുള്ള സമിതികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മേലുകാവ് പഞ്ചായത്തിലുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വളരെ ചെലവേറിയ അതോടൊപ്പം തന്നെ വളരെ സങ്കീർണമായിട്ടുള്ള ചികിത്സയാണ് ദന്തൽ രംഗത്ത് ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ രൂപത്തിൽ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ആണ് അഭയം ഈ രൂപത്തിലൊരു പ്രവർത്തനം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് വളരെ വിജയകരമായിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. വളരെ നന്ദി. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ആതുര പ്രവർത്തനം വളരെ ഈ മേലുകാവിന് ഏറെ സഹായമേകുന്നതാണ്. ഒപ്പം നമ്മുടെ ജിറ്റോ സാറ് നമ്മളോടൊപ്പം ചേരുന്നു. നമ്മുടെ ഇന്നിവിടെ ദന്തൽ മെഡിക്കൽ ക്യാമ്പ് അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ എത്തിയുള്ള ഈ ഒരു ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ പ്രത്യേകിച്ച് മേലുകാവിൽ ഇത് വളരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. അതിന് നമുക്കറിയാം നേതാക്കന്മാരോടൊപ്പം അനുരാഗ്, ഡെൻസി, സൽമയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൾക്കാരെ ഒരു ജനക്കൂട്ടത്തിനെ തന്നെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചു. അത് ഈ പരിപാടിയുടെ വിജയം ആയിരുന്നു. വളരെ നല്ല രീതിയിൽ നടത്തിയ ഈ സൊസൈറ്റിക്കും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അത് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അറിയിക്കുന്നത് ഈ ജനപ്രതിനിധികളാണല്ലേ, അല്ല പറയാം. അവരെല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് നല്ല ഊർജ്ജമായിട്ട് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരാനും ചികിത്സയ്ക്ക് ഡോക്ടർമാരുടെ അടുത്ത് എത്തിക്കാനും അപ്പം തന്നെ നല്ല ഊർജ്ജസ്വലരായ ഡോക്ടേഴ്സുമാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഏറ്റവും മനോഹരമായിരുന്നു. സുന്ദരമായ ആരോഗ്യമുള്ള ഒരു കേരളം നമുക്ക് നമ്മുടെ മേലുകാവിന്, നമ്മുടെ നൽകട്ടെ. ഈ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മേലുകാവ് ന്യൂസിന് വേണ്ടി ജോജോ. നന്ദി, നമസ്കാരം.